ഹലോ ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം മലയാറ്റൂർ സീസൺ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ. അപ്പം മലയാറ്റൂർ മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ജെയ്സൺ ഉണ്ട്, സോനയുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ പിന്നെ കാഞ്ഞൂർ ഭാഗത്തൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ കാഞ്ഞൂർ പള്ളിയുടെ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. സെബസ്ത്യാനോസ് പുണ്യാളച്ചൻ്റെ പള്ളിയിൽ കയറി. ഭയങ്കര ഐതിഹ്യം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കാഞ്ഞൂർ ചർച്ച്. ഇതിൽ കയറിയിട്ട് പിന്നെ മലയാറ്റൂർ താഴത്തെ പള്ളിയിൽ കയറും. അത് കഴിഞ്ഞ് നേരെ മല കയറും. ഇപ്പോൾ സമയം 7:30. കയറി ഇറങ്ങി തിരിച്ചെത്തുമ്പോഴേക്കും നല്ലൊരു സമയം. ഇത് നല്ല രസമുണ്ട്, ഫ്രണ്ട് ഏരിയ ഉണ്ടാവും. ഇപ്പോൾ നേരെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കാഞ്ഞൂർ പള്ളി ഉണ്ടല്ലോ, കാഞ്ഞൂർ പള്ളിയുടെ അവിടെ കയറിയതാണ്. പുറത്തും അതെ പള്ളി ഇതാ കാണുന്നത്, കാഞ്ഞൂർ പള്ളി. ഇവിടെ കുറച്ച് നല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാരാ ഈ അമ്പ ചെയ്യുന്നത്? കൊന്നിട്ടിരിക്കുന്നു. അമ്പ ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു. അല്ല, അതെനിക്കറിയത്തില്ല അതാരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ആദ്യമായിട്ടാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിക്കും. ഇതാണ് പള്ളി, കാഞ്ഞൂർ പള്ളി. എടുത്തു ഇറങ്ങിയപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങിയവർക്ക്. മലയാറ്റൂർ എത്തുന്നതിന് മുന്നേ സോനയ്ക്കും ജെയ്സിനും വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വിശപ്പില്ല. അവർ 2 ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ മമ്മിയും കൂടെ ഒരു മൊമോസും ഓർഡർ ചെയ്തു, ഒരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. ഞങ്ങളത് കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിശപ്പ് കിട്ടും. ഇനി നേരെ ഇവിടെ നിന്നാണ് നേരെ പോവാം. താഴത്തെ പള്ളി വന്നു. ഞാനും കുഞ്ഞുങ്ങളുടെ അല്ലേ കുഞ്ഞ്, താഴത്തെ പള്ളി. ഇപ്പോൾ ഇവിടെ പെരിയാർ നദിയുടെ കാല് കഴുകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമില്ലേ, അവിടത്തേക്ക് പോവുക. അവർ പുറകെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പുഴയിൽ അപകടകര ആഴത്തിലുള്ള കുഴികളുണ്ട്. ഹോലി റിവർ. എപ്പോഴും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ പള്ളി വന്നിട്ട് ആദ്യം താഴെ പോയി കാല് കഴുകിയ പെരിയാർ പുഴയിൽ നിന്ന് കാല് കഴുകിയിട്ടേ ഞങ്ങൾ പള്ളിക്കകത്ത് കയറാറുള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. കാല് കഴുകി കയറി. അപ്പം മമ്മിയും കുഞ്ഞിയും കൂടെ കളിക്കുകയാണ്. അത് കഴിഞ്ഞ് പള്ളിയിലൊക്കെ കയറിയതിന് ശേഷം കുറച്ച് നേരം താഴെ നിന്ന് പ്രാർത്ഥിച്ചു. ദെൻ നമ്മൾ നേരെ മലയാറ്റൂർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് മുകളിലോട്ട് വരെ കയറാൻ പറ്റി കേട്ടോ. കാരണം ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് മുകളിൽ വരെ വണ്ടി വിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സീസൺ മുന്നേ ഉള്ള സമയത്താണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. മമ്മിയോട് ഞാനൊരു വീഡിയോ താഴേന്ന് ഈ കടകളുടെയൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്ത് വീഡിയോ ഞെക്കിയത് ഫോട്ടോയിലേക്ക് ആയിപ്പോയി. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. സോ നമ്മളിനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ആദ്യം താഴെ ഇവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ഒരു സ്ഥലമില്ല, അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്, ഈ ഏരിയയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിന്റെ ഫസ്റ്റ് മലയാറ്റൂർ ട്രിപ്പാണോ? അന്തം വിട്ട് നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ പൊന്നിൻ കുരിശ് മുത്തപ്പൻ്റെ മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. ഒന്നാം സ്ഥലം എത്തിയില്ല, നടക്കുക മുകളിലോട്ട്. ഒന്നാം സ്ഥലം എത്തുന്നത് വരെ കുറച്ച് ദൂരമുണ്ട്. ഒന്നാം സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. ഞങ്ങളിപ്പം 9:30 കഴിഞ്ഞു. മമ്മിക്ക് വടിയൊക്കെ കുത്തി കിട്ടി, വടി വേർത്തു. മമ്മി വടിയൊക്കെ കുത്തിപ്പിടിച്ച് കയറുന്നു. വടി കുത്തിപ്പിടിച്ചപ്പോൾ എങ്ങനെയുണ്ടമ്മേ? അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ
ഞാൻ ശരിക്കും വേർക്കുകയില്ലായിരുന്നു. ഇത് നോക്കിയാൽ ഞാൻ വേർത്തൊഴിയേക്കണേ. 4ാം സ്ഥലം കഴിഞ്ഞതേ ഉള്ളൂ. കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ മടുപ്പാന്നേ അമ്മേ. ഒരു ടീം പുറകെ ഉണ്ട്. അങ്ങ് താഴെ കാണുന്നല്ലോ. 1ാം സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എത്തും. 2, 3, 4 ഒക്കെ. ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ലായിരുന്നു. അതിന് മുന്നത്തെ വർഷം വന്നു. അവരാ ഗ്യാപ്പിൽ കിട്ടിയാൽ പോയത്. ഈ കല്ലുണ്ടോ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഇതിൽ വന്നപ്പം ഏതോ ഒരു സ്ഥലത്ത് വലിയൊരു പാമ്പുണ്ടായിരുന്നു. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. മുടിയൊക്കെ കെട്ടിയിട്ട് വന്നതുകൊണ്ട് നന്നായി. ഇവരെ കൊണ്ട് സമ്മതിക്കൂലല്ലോ ദൈവമേ. കുത്തി വെച്ചൊക്കെ കാറ്റടിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് മാറ വെച്ചിട്ട് മതി. മറ്റേ രീതിയിൽ എടുക്കാവോ? എല്ലാവരും റെസ്റ്റിലാണ്. 10ാം സ്ഥലം എത്തിയപ്പോഴത്തേക്കും ടയേർഡ്. ലാസ്റ്റ് സ്ഥലം 14ാം സ്ഥലം. 14ാം സ്ഥലം കഴിഞ്ഞു. ഇനി ഇവിടെ 2 അല്ലല്ല മുകളിൽ. അങ്ങനെ ഞങ്ങൾ 14ാം സ്ഥലം എത്തിയല്ലേ അമ്മേ? മടുത്തായിരുന്നോ? മടുത്തിട്ടില്ല. ചൂട് മടുത്തില്ലേ? ചെറുതായി ഒരു ക്ഷീണം. അങ്ങോട്ട് ഇറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് ഓക്കെയാ. ഈ കുരിശൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ? അയ്യോ ഇത്ര ആ വലിയ കുരിശിരിക്കുന്ന നോക്കിയേ അല്ലേ? ആ വലിയ കുരിശ് നോക്കി സോനെ കൊണ്ടുവന്നത്. ചെട്ടിക്കാടുന്ന് കൊണ്ടുവന്ന ചെറിയ കറുത്ത കുരിശാ. ഇപ്പുറത്തിരിക്കുന്ന വലിയ മരക്കുരിശുണ്ടോ? കാഞ്ഞിരപ്പള്ളി രൂപത. കുരിശ് നോക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുരിശുകൾ. എടുക്കണ്ട കേട്ടോ, എടുക്കണ്ട. അവർ ഓരോരുത്തർ കൊണ്ട് വെച്ചേക്കുന്ന നോക്കിയാൽ മതി. ഇത് ഇപ്പുറത്തും കണ്ടോ? അത് അവിടെ കണ്ടോ? അവിടെ അങ്ങോട്ട് നോക്കിയേ. ഇത് ആ ഏരിയയിൽ അവിടെയും കണ്ടോ കുറേ കുരിശ്? വലിയ വലിയ കുരിശുകളൊക്കെ കണ്ടോ? എടുക്കണ്ട കേട്ടോ. അങ്ങനെ മുകളിലെത്തി. നമ്മളിനിയിപ്പോൾ താഴെ അതാണ് ആ കാണുന്ന പള്ളി. ഇവിടെ അതൊരു കുഞ്ഞിപ്പള്ളിയാണ്. ആന ചവിട്ടിയ പള്ളി, ആന കുത്തിയ പള്ളി എന്നാണ് അത് പറയുന്നത്. നേരെ നോക്കി നടക്കും. വീട് നീ എടി എടി എടി. ഇതാ ആന കുത്തിയ പള്ളി. മലമുകളിലെ ഏറ്റവും പുരാതനമായ കപ്പോള 1595. കപ്പോളയുടെ പുറകിൽ ചുമരിൽ കൊമ്പനാനയുടെ കുത്തേറ്റ് ഒരടിയോളം കൊമ്പ് തുളഞ്ഞ് കയറി അതിൻ്റെ പാടുകൾ കാണാം. അതുകൊണ്ടാണ് ആന കുത്തിയ പള്ളി എന്ന് പറയുന്നത്. ആന കുത്തിയതാ. അതിൻ്റെ എവിടെയൊക്കെ ആന വന്നിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ മുകളിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വർഷവും ആ ആന ചവിട്ടിയ പള്ളിയുടെ സൈഡിലൊരു പാറക്കല്ലുണ്ട്. അവിടെ അങ്ങ് വിശ്രമിക്കുന്നത് പതിവാണ്. കുറേ നേരം അവിടെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. ഞാൻ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ കിടന്നു കുറച്ച് നേരം.
മടുത്തു പോവില്ലേ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും. ഏകദേശം 11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അവരെല്ലാവരും ഇവിടെ ഇരുന്നു, ഞാനവിടെ കുറച്ചു നേരം കിടന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി പള്ളിയിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം താഴേക്ക് വീണ്ടും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു സമയമാവും. എങ്ങനെ പോയാലും 3 മണി 4 മണിയൊക്കെ ആവുമായിരിക്കും. പള്ളി താഴെ ഒരു വറ്റാത്ത കിണറുണ്ട് ആ ഭാഗത്ത്. അവിടെയാണ് പൊന്നും കുരിശ് അല്ലേ? അവിടെയല്ല, ഇവിടെ ഇവിടെ അല്ലെങ്കിൽ അവിടെ അവിടെ അല്ലെങ്കിൽ നീ ഇവിടെ. ഇതാണ് ലാസ്റ്റ് തോമാസ് ലീഹായുടെ കാൽമുദ്ര, കാൽപാദം. ഇതിപ്പോ ആരോ പിന്നെയും പിന്നെ മാർക്ക് കൂട്ടി വെച്ചല്ലോ, 8 ആക്കി വെച്ചു. ഒന്നും കാണാൻ പറ്റിയില്ല, ശരിക്കും കണ്ടെന്ന്. ഞങ്ങളപ്പോൾ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. ഞങ്ങൾ തോമസ് ലീഹയുടെ കാൽപാദമൊക്കെ കണ്ടു. അങ്ങനെ സക്സസ്ഫുള്ളി മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ താഴെ നിരപ്പത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മടുത്ത് ചത്ത് തൂങ്ങിയിരിക്കുന്നത്, കണ്ണും മുഖമൊക്കെ കണ്ടറിയത്തില്ല. 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ താഴെ എത്തി. വിശന്നിട്ടാണെങ്കിൽ ഞങ്ങൾ ബർഗറും മമ്മൂസൊക്കെയാണ് കഴിച്ചത്. വിശക്കണില്ലേ? അങ്ങനെ വേർത്ത് കുളിച്ച് നാശകോശമായിരിക്കും. കഴിഞ്ഞ വർഷം വന്നില്ല, അതിൻ്റെ ഈ പ്രശ്നം തീർത്തു. തിരക്കൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് കയറി പോയിട്ട് വരാൻ പറ്റി. ശരിക്കും ചത്ത്. ഇനി നേരെ ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം, കുളിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും സമയം 3 മണിയാവുകയും ചെയ്യും. 3-3 ആവും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. മലയാറ്റൂർ ചെറിയൊരു വ്ളോഗ് എടുത്തതാണ്. ചാറ്റാ.